എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ദേവിയുടെ ആർത്തവത്തെ ആഘോഷമാക്കുന്ന കേരളത്തിലെ ക്ഷേത്രം, അതെ, ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന് വിശ്വാസികളെ അമ്പരിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആർത്തവവും ക്ഷേത്രപ്രവേശനവും കേരളത്തിലെ തർക്കവിഷയമായിട്ട് നാളുകൾ കുറേ ആയിട്ടുണ്ടല്ലേ. പക്ഷെ ഇതിലൊന്നും പെടാതെ ദേവിയുടെ ആർത്തവത്തെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇതുപോലൊരു ക്ഷേത്രം കേരളത്തിന് പുറത്തുണ്ട്, കാമാഖ്യ ക്ഷേത്രം. പക്ഷെ ഈ ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ തന്നെയാണുള്ളത് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. മഹാദേവന്റെ പേരിലാണ് ക്ഷേത്രമെങ്കിലും ദേവിയുടെ പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത് കേട്ടോ. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഇവിടെ പരമേശ്വരനെയും മഹാദേവിയെയും ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രഗോപുരം കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കവിടെ ആനക്കൊട്ടിൽ, കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ, പിന്നെ 100 അടി വരെയുള്ള ഒരു കൊടിമരം, വലിപ്പത്തിലുള്ള ഒരു ബലിക്കല്ല്, 10 ഏക്കർ വിസ്തീർണത്തിലുള്ള വിശാലമായ മതിലകം, ഉപദേവ പ്രതിഷ്ഠകൾ, തിരുവമ്പാടി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം, നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ, ആൽത്തറയിൽ നാഗദൈവങ്ങൾ, ഒറ്റ നിലയിൽ കല്ലിൽ തീർത്ത ശ്രീകോവിൽ, ശ്രീകോവിലിനെ ചുറ്റിയുള്ള നാലമ്പലം തുടങ്ങിയവയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. 5 ആനകളെ ഒരേ സമയം എഴുന്നള്ളിക്കുവാൻ തക്ക വലിപ്പമുള്ളതാണ് ഇവിടുത്തെ ആനക്കുട്ടിൽ. തനി കേരളീയ വാസ്തുവിദ്യ അനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുഴുവനായിട്ടും നടത്തിയിരിക്കുന്നത്. വിശ്വാസങ്ങളും ആചാരങ്ങളും ഒട്ടേറെയുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രജസ്വലയാകുന്ന ദേവിയാണ്. ഇങ്ങനെയൊരു വിശ്വാസവും അനുഷ്ഠാനവുമുള്ള മറ്റൊരു ക്ഷേത്രം ഇന്ന് കേരളത്തിലില്ല കേട്ടോ. തൃപ്പുത്താറാട്ട്, രജസ്വലയാകുന്ന പാർവതി ദേവിക്ക് എല്ലാ മാസവും നടക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനും പാർവതി ദേവിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ പാർവതി ദേവി എല്ലാ മാസവും ആർത്തവമാവുന്ന സമയത്ത് നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് ഈ തൃപ്പുത്താറാട്ട്. ക്ഷേത്ര മേൽശാന്തി നിർമ്മാല്യത്തിന് ദേവിയുടെ ഉടയാട ഞൊറിയഴിയാതെ വിഗ്രഹത്തിൽ നിന്നും എടുത്ത് ശ്രീകോവിലിന്റെ കട്ടിലപ്പടിയിൽ വെക്കും. ക്ഷേത്രകാര്യ അവകാശികളായ വാര്യർ സമുദായത്തിൽപ്പെട്ട വാര്യർ ഈ ഉടയാട പരിശോധിക്കുകയും രജസ്വലയായി എന്ന് സംശയമുണ്ടെങ്കിൽ താഴ്മൺ മഠത്തിലെ മുതിർന്ന അന്തർജനത്തെ കാണിച്ച് ഉടയാടയിൽ രക്തക്കറയാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഈ കാര്യം ക്ഷേത്രത്തിൽ അറിയുന്നതോടെ ശ്രീകോവിലിൽ അടയ്ക്കും. ദേവി തൃപ്പുത്തായ 4 ദിവസവും തൃപ്പുത്തറയിലായിരിക്കും പിന്നീട് നിത്യപൂജ നടക്കുന്നത്. 4-ാം ദിവസം രാവിലെയാണ് ഈ തൃപ്പുത്താറാട്ട്. ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ ആനപ്പുറത്ത് ഒരു രാജകുമാരിയെ പോലെ എഴുന്നള്ളിച്ച് പമ്പാ നദിയിലെ മിത്രപ്പുഴയിൽ എത്തിച്ച് ആറാട്ട് നടത്തുന്നു. അതിനുശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് വാദ്യമേളങ്ങളോടെ എഴുന്നള്ളിച്ച് ശീവേലി വിഗ്രഹത്തിൽ നിന്നും ദേവി ചൈതന്യത്തെ മൂലബിംബത്തിലേക്ക് ആവാഹിക്കുന്നു. തൃപ്പുത്താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം. അതിനാൽ ഒരുപാട് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഈ തൃപ്പുത്താറാട്ട്. മഹാദേവന്റെ ശ്രീകോവിലിന് മുന്നിലായിട്ട് ഇതുപോലൊരു നന്ദി വിഗ്രഹം ഉണ്ട് കേട്ടോ. ഒരു കൊച്ചുകുട്ടി തന്റെ ആഗ്രഹം നന്ദിയുടെ ചെവിയിൽ പറയാണ് കേട്ടോ. നന്ദി വഴി മഹാദേവനെ ഈ കാര്യം സാധിച്ചു കൊടുത്താലോ. അതുപോലെ അവിടെ വേറൊരു കണ്ട കാഴ്ചയാണ് മഞ്ചാടി വഴിപാട്. പിന്നീട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറി. അപ്പോൾ ശീവേലി തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഭക്തരെയൊക്കെ പുറത്തേക്ക് മാറ്റാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് ചുറ്റമ്പലത്തിലൊക്കെ തൊഴുത് വരാമെന്ന് വിചാരിച്ചു. പിന്നീട് ഞങ്ങൾ ചുറ്റമ്പലത്തിലൊക്കെ തൊഴാനായിട്ട് നടക്കുകയാണ് കേട്ടോ. ഈ തൃപ്പുത്താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇവിടെ വന്ന് ദേവീൻ്റെ അടുത്തും മഹാദേവൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ നടക്കുമെന്ന് തന്നെയാണ് കേട്ടോ എൻ്റെയും വിശ്വാസം. ഈ തൃപ്പുത്താറാടിൻ്റെ ദിവസങ്ങളിൽ കേരളത്തിലെ ഒരുപാട് ഭാഗത്തു നിന്നും വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. സുഖകരമായ ദാമ്പത്യത്തിനും വിവാഹം നടക്കാനും സന്താന ലബ്ധിക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതലും സ്ത്രീകളാണ് കേട്ടോ ഇവിടെ എത്താറുള്ളത്. തൃപ്പുത്ത ആരംഭിച്ച് 12 ദിവസം ഹരിദ്ര പുഷ്പാഞ്ജലി നടത്താൻ ഇവിടെ 1000-കണക്കിന് ഭക്തരെത്താറുണ്ട്. ദേവീൻ്റെ ഇഷ്ട വഴിപാടാണ് ഇത്. അങ്ങനെ തൊഴുതുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ ശീവേലിന്റെ വരവ്. ശിവഭഗവാനും പാർവതി ദേവിയും കൂടെ തന്റെ ഭക്തജനങ്ങളെ കാണാനായിട്ട് ക്ഷേത്രത്തിന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കയ്യിൽ 2 വിഗ്രഹങ്ങളുണ്ട്. ഒന്ന് ശിവഭഗവാനും ഒന്ന് പാർവതി ദേവിയാണ് കേട്ടോ. തൃപ്പുത്താറാട്ടിന്റെ സമയത്ത് ദേവി എഴുന്നള്ളുന്നത് ഒരു പിടിയാനപ്പുറത്താണ്. അതേസമയം മഹാദേവൻ ദേവിയെ കാണാനായി വേറൊരു ആനപ്പുറത്ത് എഴുന്നള്ളും. ഇത് കണ്ടപ്പോൾ എനിക്ക് അവരുടെ ആ സംഘമാണ് ഓർമ്മ വന്നത്. ശിവേലി കാണാൻ പറ്റിയതൊരു മഹാപുണ്യമായി കരുതിക്കൊണ്ട് ഞാനും ശിവേലിക്കൊപ്പം നടന്നു. തൃപ്പുത്താറാട്ടിനെ കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ടെങ്കിലും അതിൽ പ്രശസ്തം മൺറോ സായിപ്പായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ തൃപ്പുത്താറാട്ടിനുള്ള ഫണ്ട് അദ്ദേഹം വെട്ടിക്കുറച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കഠിനമായ ഒരു രോഗം ബാധിച്ചു. അത് ശമനമില്ലാതെ തുടരുകയും ചെയ്തു.
പിന്നീട് നടത്തിയ ദൈവപ്രശ്നത്തിൽ അത് ദേവിയുടെ കോപമാണെന്നറിയുകയും അദ്ദേഹം പ്രായശ്ചിത്തമായി പനന്തണ്ടൻ വളകൾ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് വർഷത്തെ ആദ്യ തൃപ്പുത്താറാട്ടിനുള്ള പണം അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നൊരു കഥയുണ്ട് കേട്ടോ. 28 ദിവസത്തെ തിരുവുത്സവം. തൃപ്പുത്താറാട്ടിനൊപ്പം തന്നെ പ്രശസ്തമാണ് ഇവിടുത്തെ 28 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന തിരുവുത്സവം കേട്ടോ. ധനുമാസത്തിലെ തിരുവാതിരയിലെ കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയിൽ അവസാനിക്കുന്ന രീതിയിലാണിത്. മുഴുവൻ ദിവസങ്ങളിലും നാട് മുഴുവൻ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഗംഭീരമായ ആഘോഷമാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. പമ്പാ നദിയിലാണ് ആറോട്ടോടു കൂടി ഉത്സവം സമാപിക്കുന്നത്. ശബരിമല ഇടത്താവളങ്ങളിൽ ഒന്നുകൂടിയാണ് കേട്ടോ ഈ ക്ഷേത്രം. അതുകൊണ്ട് കെട്ടിനിറയ്ക്കാനും തീർത്ഥാടനത്തിനൊക്കെ ആയിട്ട് മണ്ഡലകാലത്ത് ഒരുപാട് തീർത്ഥാടകർ ഇവിടെയും എത്താറുണ്ട്. ചുവന്ന ഭാഗ്യവിത്ത് എന്നറിയപ്പെടുന്ന മഞ്ചാടിക്കുരും വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു പ്രധാന വഴിപാട്. മഞ്ചാടിക്കുരു അവിടെ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് മഹാദേവനെ നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള മഞ്ചാടിക്കുരു നമ്മൾ 3 തവണ തലയ്ക്ക് ഒഴിയുക. അതിന് ശേഷം ആ കൊടിമരത്തിൻ്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗനിവാരണത്തിനും സർവ്വ ഐശ്വര്യത്തിനൊക്കെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. അതിന് ശേഷം എൻ്റെ മക്കളും പറഞ്ഞു കേട്ടോ നന്ദീൻ്റെ ചുവട്ടിലൊരു സ്വകാര്യം എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും നന്ദി വഴി അത് മഹാദേവനിലേക്കും അതുപോലെ തന്നെ അത് പാർവതി ദേവിയിലേക്കൊക്കെ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പ്രധാന കവാടം കടന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി.